ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത്. വർഷം 2025 ആയതൊന്നും ഇവിടുത്തെ ആശുപത്രി അധികൃതരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ കാണുന്ന മെഡിക്കൽ ഷോപ്പില്ലേ, നമ്മുടെ കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വരലാണ്. ഇവിടെ ഇപ്പോഴും ഗൂഗിൾ പേ സംവിധാനം അല്ലെങ്കിൽ UPI സംവിധാനങ്ങളൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഏകദേശം 2018 തുടങ്ങിയ UPI ട്രാൻസാക്ഷൻസ് ഇപ്പോൾ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 7 വർഷമായിട്ടും ഇവിടെ നിങ്ങൾ എന്ത് അത്യാഹിതത്തിന് വരികയാണെങ്കിലും, രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, എന്ത് എമർജൻസിക്ക് വരികയാണെങ്കിലും നിങ്ങൾ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസയായിട്ട് ക്യാഷായിട്ട് തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ കഴിയുള്ളൂ. എന്തൊരു വിരോധാഭാസമാണ് നോക്കണേ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യത്ത്, ലോകത്ത് തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത രാജ്യത്ത്, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ, അതും ഒരു ആശുപത്രി, താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലാണ് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അലൗഡ് അല്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിന് എമർജൻസിക്ക് രാത്രിയിലും പകലിലും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ATM പോയി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കറൻസി ആയിട്ട് തന്നെ കൊണ്ടുവന്നൊന്നും മരുന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പകൽ സമയങ്ങളിൽ നമുക്കിത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങിക്കാം. ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ ആലത്തൂർ ഈ ഒരു മെഡിക്കൽ സ്റ്റോർ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ക്രസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകേണ്ട അവസ്ഥയാണ്. എന്തായാലും ഈ വീഡിയോ കാണേണ്ടവരൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു തീരുമാനവും വൈകാതെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.